ടോൾസ്റ്റോയ് കഥയുണ്ട്. വീശിയടിച്ച കൊടുങ്കാറ്റിൽ കപ്പലിന്റെ മുകളിലുള്ള കൊടി താഴെ വീണു. കപ്പിത്താന്റെ മകൻ, ഒരു കുഞ്ഞിക്കുട്ടി, പൂച്ചക്കുഞ്ഞിനെ പോലെ ആ കപ്പലിന് മുകളിലേക്ക് കയറി ആ കൊടി കെട്ടുന്നുണ്ട്. പക്ഷേ അവന് തിരിച്ചിറങ്ങാനായിട്ട് വളരെ ഭയം. കാരണം അവൻ താഴേക്ക് നോക്കിയപ്പോൾ അവനെ ഭീതിയോടെ നോക്കുന്ന നാവികർ, ആഞ്ഞടിക്കുന്ന തിരമാലകൾ. അവൻ ഇതെല്ലാം കണ്ട് ഭീതിയോടെ പറഞ്ഞു, അപ്പാ, ആകെ പേടിയാകുന്നു. അവന്റെ അപ്പൻ, ആ കപ്പിത്താൻ, മുട്ടുകുത്തി പ്രാർത്ഥിച്ചതിന് ശേഷം അവനോട് പറയുന്നത് ഇപ്രകാരമാണ്: ദൈവമുള്ള ആകാശത്തേക്ക് നോക്കുക, താഴെ നോക്കാതെ മുകളിൽ നോക്കി നീ ഇറങ്ങുക. അങ്ങനെ അവൻ ആകാശത്തേക്ക് നോക്കുകയാണ്. അവന്റെ അപ്പം പറഞ്ഞ ദൈവമുള്ള ആകാശത്തിലേക്ക് നോക്കി ആ കുഞ്ഞ് സമാധാനത്തോടെ, സന്തോഷത്തോടെ, ശാന്തമായി താഴേക്ക് ഇറങ്ങി. സ്നേഹം നിറഞ്ഞവരെ, സ്വർഗാരോഹണ തിരുനാളാണ്. ഈസ്റ്റർ കഴിഞ്ഞു വരുന്ന 40ാമത്തെ ദിവസവും അല്ലെങ്കിൽ അതിനുശേഷം വരുന്ന ഞായറാഴ്ചയോ നാം സ്വർഗാരോഹണ തിരുനാളായിട്ട് ആഘോഷിക്കുന്നു. ഒന്നാം വായന അപ്പോസ്തല പ്രവർത്തനങ്ങളുടെ പുസ്തകത്തിൽ 1-ാം അധ്യായത്തിൽ നാം കാണുന്നുണ്ട്. ശിഷ്യന്മാർ നോക്കി നിൽക്കെ 2 ദൂതന്മാർ പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു, നിങ്ങൾ കണ്ടതുപോലെ അവൻ വീണ്ടും തിരിച്ചു വരും. ഈ സ്വർഗാരോഹണ ദിനത്തിൽ തിരിച്ചു വരുന്ന ദൈവത്തെക്കുറിച്ചും അതിനേക്കാൾ ഉപരിയായി കൂടെയുള്ള ദൈവത്തെക്കുറിച്ചും, യുഗാന്ത്യം വരെ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞ ദൈവത്തെക്കുറിച്ചും നമുക്ക് ധ്യാനിക്കാം. ഇന്നത്തെ മത്തായിയുടെ സുവിശേഷം 28ാമത്തെ അധ്യായത്തിൽ സ്വർഗാരോപിതനാകാൻ പോകുന്ന ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നുണ്ട്, നിങ്ങളെല്ലാ ജനതകളെയും ശിഷ്യപ്പെടുത്തുവിൻ, അവർക്ക് ജ്ഞാനസ്നാനം നൽകുവിൻ, ഞാൻ കൽപ്പിച്ചവ അനുസരിക്കാൻ പഠിപ്പിക്കുവിനെന്ന്. ഈ 3 കാര്യങ്ങളെ നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് കൊണ്ടുവരാം. ഞാൻ എൻ്റെ ക്രിസ്തുവിനെ കുറിച്ച് എൻ്റെ കൂട്ടുകാരോടും എൻ്റെ സഹപ്രവർത്തകരോടും എപ്പോഴെങ്കിലും സംസാരിക്കാറുണ്ടോ? ക്രിസ്തുവിന് സാക്ഷ്യമായി ഞാൻ മാറിയിട്ടുണ്ടോ? ഞാൻ മൂലം ആരെങ്കിലും ഒരാൾ ക്രിസ്ത്യാനിയായിട്ടുണ്ടോ? ആരെങ്കിലും ഒരാൾ ജ്ഞാനസ്നാനം സ്വീകരിച്ചിട്ടുണ്ടോ? മറ്റൊരു ചോദ്യം, ഞാൻ ദൈവത്തിൻ്റെ കൽപ്പനകളും സുവിശേഷം പാലിക്കുന്നതിനും എൻ്റെ ജീവിത പങ്കാളിക്കും മക്കൾക്കും കൂടെയുള്ളവർക്കും സാക്ഷിയായി തീർന്നിട്ടുണ്ടോ? വീണ്ടും ഈ സുവിശേഷത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ മത്തായിയുടെ സുവിശേഷം 28ാം അധ്യായം 20ാമത്തെ വാക്യത്തിൽ നാം കാണുന്ന മനോഹരമായ ഒരു കാര്യം, യുഗാന്ത്യം വരെ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. ദൈവം കൂടെയുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുന്ന ഒരു സുവിശേഷ ഭാഗം കൂടിയാണ് ഇത്. യാക്കോബ് ശ്ലീഹയുടെ ലേഖനം 4-ാം അധ്യായം 8ാം വാക്യത്തിൽ മനോഹരമായ ഒരു വാക്യമുണ്ട്. നിങ്ങൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുവിൻ, അവിടെ നിന്ന് നിങ്ങളോടും ചേർന്ന് നിൽക്കും. നിങ്ങൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുവിൻ, അവിടെ നിങ്ങളോടും ചേർന്ന് നിൽക്കും. ദൈവം നമ്മോട് എപ്പോഴും ചേർന്നാണ് നിൽക്കുന്നത്. എന്നാൽ ഈ സ്വർഗാരോഹണ ദിനത്തിലെ പ്രധാനമായിട്ടുള്ള ഒരു ചോദ്യം, ദൈവം നമ്മോട് ചേർന്ന് നിൽക്കുന്നുണ്ട്, പക്ഷേ ഞാൻ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നുണ്ടോ? 2 രാജാക്കന്മാരുടെ പുസ്തകം 13-ാം അധ്യായത്തിൽ ദൈവത്തിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു മനുഷ്യന്റെ കഥ നാം വായിക്കുന്നുണ്ട്. എലീഷ പ്രവാചകന്റേതാണ്. മരിച്ച ജഡവുമായി അവിടെയുള്ള ആളുകളെല്ലാവരും അദ്ദേഹത്തിനെ അടക്കുവാനായി പോകുന്ന സമയത്ത് ശത്രുക്കൾ വന്ന് അവരെ ആക്രമിക്കുന്നു. ജഡം വഹിച്ചിരുന്ന ആളുകളെല്ലാം ആ ജഡത്തെ അവിടെ ഇട്ടുകൊണ്ട് ഓടിക്കളയുന്നു. എന്നാൽ ആ സമയം ജഡം ചെന്ന് വീണതാകട്ടെ എലീഷ പ്രവാചകന്റെ കല്ലറയിലേക്കാണ്. പ്രവാചകന്റെ അസ്ഥി തൊട്ട മാത്രയിൽ തന്നെ ആ ജഡത്തിന് ജീവൻ വെച്ചു. ദൈവത്തിനോട് ചേർന്ന് നിന്ന പ്രവാചകനായ എലീഷ, അദ്ദേഹത്തിൻ്റെ ജീവിതവും അതുപോലെ തന്നെ ജീവിതത്തിൻ്റെ അവസാന നിമിഷങ്ങളും, എന്തിനേറെ പറയുന്നു, ജീവിച്ചിരുന്നിട്ട് മരിച്ചു കഴിഞ്ഞതും ആ മരിച്ചു കഴിഞ്ഞ ദിനങ്ങളും വരെ കർത്താവ് കൂടുതൽ അനുഗ്രഹം ഉള്ളതാക്കി മാറ്റി. സ്നേഹം നിറഞ്ഞവരെ, ജോഷുവയുടെ പുസ്തകം 1-ാം അധ്യായം 29-ാം വാക്യം, നീ പോകുന്നിടത്തെല്ലാം നിന്റെ ദൈവമായ കർത്താവ് കൂടെ ഉണ്ടാകും. നമ്മുടെ ദൈവമായ കർത്താവ് കൂടെയുണ്ട്. എന്നാൽ നാം ദൈവത്തിൻ്റെ കൂടെയുണ്ടോ? ഈ കാലഘട്ടത്തിൻ്റെ വലിയ ദൈവശാസ്ത്രജ്ഞനാണ് ജോസഫ് റാറ്റ്സിംഗർ, ബെനഡിക്റ്റ് 16-ാമൻ പാപ്പ. അദ്ദേഹം സ്വർഗാരോഹണത്തെക്കുറിച്ച് നൽകുന്ന ചിന്തകൾ വളരെ മനോഹരമാണ്. ഒന്നാമതായി നൽകുന്നു, സ്വർഗാരോഹണം അത് പോകുക, പ്രഘോഷിക്കുക എന്ന് പറഞ്ഞ ക്രിസ്തുവിൻ്റെ മുഖമാണ്. നാം മിഷണറിമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടോ? നാം ക്രിസ്തുവിൻ്റെ സാക്ഷികളാകുന്നുണ്ടോ? രണ്ടാമതായി, ശിഷ്യന്മാർ സ്വർഗത്തെ നോക്കി. സ്വർഗത്തെ നോക്കിയതുപോലെ നമുക്കും സ്വർഗത്തെ നോക്കി ജീവിക്കാൻ പാപ്പ നമ്മോട് ആഹ്വാനം ചെയ്യുന്നു.
ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 20-ാമത്തെ വാക്യം. നമ്മുടെ പൗരത്വം അത് സ്വർഗത്തിലാണ്. നാം സ്വർഗത്തെ നോക്കി ജീവിക്കുമ്പോൾ നരകത്തെക്കുറിച്ചുള്ള ഭയം എപ്പോഴും ഉണ്ടാകും. അങ്ങനെ തെറ്റ് ചെയ്യാതിരിക്കും. വീണ്ടും 2-ാം വായനയിൽ നാം കാണുന്നുണ്ട്, എഫേസോസുകാർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 20-ാമത്തെ വാക്യം. ക്രിസ്തു ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഇരിക്കുന്നു. നാം വിശ്വാസ പ്രമാണങ്ങളിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് അത്. കർത്താവായ ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്ന ക്രിസ്തുവിനെ കുറിച്ച്, അവിടുത്തെ ദൈവിക സ്വഭാവത്തെയും അതുപോലെ തന്നെ ക്രിസ്തുവിനുള്ള മഹത്വത്തെയും ബഹുമാനത്തെയും സൂചിപ്പിക്കുന്ന ഭാഗമാണത്. വീണ്ടും മറ്റൊരു കാര്യം, എഫേസോസുകാർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 23-ാമത്തെ വാക്യത്തിൽ സകലതും പൂർത്തിയാക്കുന്ന പൂർണ്ണതയാണ് ക്രിസ്തു എന്ന് നാം വായിക്കുന്നുണ്ട്. ക്രിസ്തുവാകുന്ന ശിരസും നാം ആ ശിരസിലെ അവയവങ്ങളുമാണെന്ന് നമുക്ക് വിശ്വസിക്കാം. അവസാനമായി സ്വർഗാരോഹണം നൽകുന്ന മറ്റൊരു സന്ദേശം അത് മാറാനാത്തയാണ്. കർത്താവെ വേഗം വരണമേ എന്ന് പറയുന്ന പ്രാർത്ഥന. ഇന്നത്തെ 1-ാം വായന അവസാനിക്കുന്നത് അപ്പോസ്തലന്മാരുടെ പ്രവർത്തനങ്ങളിൽ 1-ാം അധ്യായം 11-ാം വാക്യത്തിലാണ്. ദൂതന്മാർ ശിഷ്യന്മാരോട് പറയുന്നു, കർത്താവ് വീണ്ടും വരും എന്ന്. നാം ഈ വാക്യം വീണ്ടും കാണുന്നത് 1 കൊരിന്തോസുകാർക്ക് എഴുതിയ ലേഖനം 16-ാം അധ്യായം 22-ാമത്തെ വാക്യത്തിലും അതുപോലെ തന്നെ ബൈബിളിലെ അവസാന ഭാഗമായ വെളിപാടിലെ 22-ാം അധ്യായം 20-ാം വാക്യത്തിലുമാണ്. കർത്താവായ ദൈവമേ അങ്ങ് വേഗം വരണമേ എന്ന് പറയുന്ന മാറാനാത്ത പ്രാർത്ഥന. AD 400-ന്റെ ആദ്യകാലങ്ങളിൽ ജീവിച്ച ജോൺ കാസിയാൻ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഭിക്ഷാടകനായ ജോൺ എന്ന് വിളിപ്പേരുള്ള ഒരു താപസ ശ്രേഷ്ഠൻ, ഒരു സന്യാസി, അദ്ദേഹത്തിൻ്റെ സുഹൃതജപം പോലെയുള്ള പ്രാർത്ഥനയായിരുന്നു മാറാനാത്ത. കർത്താവെ അങ്ങ് വേഗം വരണമേ. നമ്മുടെ ഏകാന്തതയിലേക്ക്, നമ്മുടെ ദുഃഖങ്ങളിലേക്ക്, തിന്മയുടെ പ്രവൃത്തികളിലേക്ക് നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവെ അങ്ങ് വേഗം വരണമേ. നമ്മുടെ കുടുംബങ്ങളിലേക്ക്, നമ്മുടെ ഹൃദയങ്ങളിലേക്ക് നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവെ അങ്ങ് വേഗം വരണമേ. യുഗാന്ത്യം വരെ ദൈവം നമ്മോട് കൂടെ ഉണ്ടാകും. ഒരു ചോദ്യം ഇപ്പോഴും ചോദിക്കുക, കൂടെയുള്ള ദൈവത്തിൻ്റെ കൂടെ നാം ഉണ്ടോ? നാം ദൈവത്തിൻ്റെ കൂടെയുണ്ടോ?